നമ്മുടെ നടുവിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. 22-ാമത്തെ സങ്കീർത്തനം, 22-ാം സങ്കീർത്തനം. ആമേൻ, സ്തോത്രം. അതെ, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സങ്കീർത്തനം നമ്മൾ ഇവിടെ ധ്യാനത്തിന് ചിന്തയ്ക്ക് ആധാരമായി നാം എടുക്കുകയും 15-ാമത്തെ വാക്യം അതിന് ആധാരമായി നാം വായിച്ചു കേൾക്കപ്പെടുകയും ചെയ്തു. ഇന്ന് പകൽ ആ വാക്യമല്ല വായിക്കുന്നത്. അന്ന് വന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രാവശ്യം കൂടെ പറയുന്നു. 15-ാമത്തെ വാക്യത്തിൽ നിന്നും എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നെന്നും എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നെന്നും നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു എന്നുള്ള ശക്തി എന്ന് പറയുന്ന ആ ഭാഗത്തെ എൻ്റെ ശക്തി കണ്ടോ? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങി. എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഒന്നൊന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്നുള്ള വാക്ക് സത്യത്തിൽ ദാവീദിൻ്റെ ശബ്ദമാണെങ്കിലും ആ വാക്ക് കർത്താവ് യേശുവിൻ്റെ ക്രൂശീകരണത്തോട് കണക്റ്റഡ് ആകുന്ന അധ്യായമാകയാൽ 22-ാം സങ്കീർത്തനം യേശുവിൻ്റെ ഒരു പ്രാർത്ഥന എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ആത്മീയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്ന് ദാവീദാണ് പറയുന്നതെങ്കിലും പുതിയ നിയമ വെളിപ്പാടിൽ ഇത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങി എന്നുള്ള ആത്മീയ ചിന്തയിലേക്ക് നമുക്ക് വരാൻ കഴിയും. അവിടെ നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ ഏത് ശക്തിയാണ് ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിപ്പോയത് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ചിന്ത കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സഭയോടുള്ള ബന്ധത്തിൽ ഞായറാഴ്ച മീറ്റിങ്ങിനകത്ത് സംസാരിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. എനിക്ക് തോന്നുന്നു മീറ്റിങ്ങിനകത്ത് വന്ന കുറച്ചു പേർക്കെങ്കിലും ആ സന്ദേശം അല്പമെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കേണ്ട കർത്താവ്, നമ്മുടെ സങ്കടം അറിയേണ്ട കർത്താവ്, നമ്മുടെ വേദനകൾ അറിയേണ്ട കർത്താവ്, നമ്മുടെ നിരാശകൾ അറിയേണ്ട കർത്താവ്. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങൾ കടന്നു പോകുന്ന സകല ജീവിത സാഹചര്യങ്ങളെയും അറിയേണ്ട കർത്താവ് പറയുന്നു എൻ്റെ ശക്തിയും എന്ത് ചെയ്തിരിക്കുക? ഓട്ട് കഷ്ണം പോലെ ഉണങ്ങി. അപ്പം നമ്മുടെ മനസ്സിനകത്തൊരു ആശങ്ക ജനിച്ചു. കർത്താവേ, നിൻ്റെ ശക്തിയും ചോർന്നു പോയോ? ഞങ്ങളുടെ ശക്തി പണ്ടേ ചോർന്നു പോയതാ. അങ്ങനെ ചിന്ത വന്നോ? സ്തോത്രം. കർത്താവേ, നീയും ബലഹീനനായോ? ഞങ്ങൾ പണ്ടേ ബലഹീനരായതാ. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് എങ്ങനെ കേൾക്കും എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ വന്നെങ്കിലും ആ ദൂതിനെ നമ്മൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. ഒരു മനുഷ്യൻ 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ഒന്ന് പറഞ്ഞേ, ദേഹം, ദേഹി, ആത്മാവ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളെ നമ്മൾ ആ മെസ്സേജിൻ്റെ പല ഭാഗങ്ങൾ ദൈവദാസന്മാരിലൂടെ കേട്ടു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദേഹത്തിന് ഒരു ശക്തിയുണ്ട്, ദേഹിക്ക് ഒരു ശക്തിയുണ്ട്, ആത്മാവിന് ഒരു ശക്തിയുണ്ട്. ദേഹത്തിൻ്റെ ശക്തി ചോർന്നു പോയെന്നാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മാനസിക മണ്ഡലത്തിൻ്റെ ശക്തി ചോർന്നു പോയെന്നാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, യേശുവിൻ്റെ ആത്മശക്തി ചോർന്നു പോയിട്ടില്ല എന്നെൻ്റെ ഭാവനയിൽ ഞാൻ പറഞ്ഞതല്ല. പൗലോസ് പറയുന്നു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിൻ്റെ കാരണം ആത്മശക്തി അകത്തേക്ക് ഇടിച്ചു കയറിയപ്പോഴാണ്. ആമേൻ. അടുത്ത വാക്ക്, കർത്താവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. അപ്പോൾ കർത്താവ് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോകാതെ വണ്ണം ഉയർത്തെഴുന്നേറ്റ് വന്നത് ഒരാത്മശക്തി യേശുവിൻ്റെ ശിരസിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങി എന്ന 15-ാമത്തെ വാക്യം ആത്മശക്തിയല്ല, ശാരീരിക ശക്തിയോ മാനസിക ശക്തിയോ ആകാൻ സാധ്യതയുണ്ട്. അവിടെ നിർത്തിക്കൊണ്ട് ശാന്തമായി ഒരു ദൂത് ഞാൻ അടിവരയിട്ട് പറയാം. പലപ്പോഴും നമ്മുടെ ശാരീരിക ശക്തി ചോർന്നു പോകും, നമ്മുടെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകും. പക്ഷെ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്, നിങ്ങളുടെ ആത്മശക്തി ചോർന്നു പോകാൻ നിങ്ങൾ സമ്മതിക്കുകയും അരുത്. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുന്നു. നമ്മുടെ ആത്മശക്തി ചോർന്നു പോയാൽ എല്ലാം തകർന്നു തരിപ്പണമായി പോകും. അതുകൊണ്ട് ശരീരം അല്പം ക്ഷീണിക്കും. 21 ദിവസങ്ങൾ പൂർണ്ണമായി ഉപവസിച്ചവരുണ്ട്, 21 ദിവസങ്ങൾ ഭാഗികമായി ഉപവസിച്ചവരുണ്ട്. ആമേൻ. സ്തോത്രം. 21 ദിവസം ഉപവസിക്കുമ്പോഴും ഈ സഭയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത സഹോദരങ്ങൾ വൃത്തിയാക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ, ദൈവദാസന്മാർക്ക് ഫുഡ് ക്രമീകരിക്കുന്നത്, അവർക്ക് സെർവ് ചെയ്യുന്നത്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു വ്യതയുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം അല്പം ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ആമേൻ. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ തന്നിരിക്കുന്ന ഭവനം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയ ബൈച്ചാൻ്റെ ഭവനമാണ്. മക്കൾ ഇന്ന് പകലത്തെ മീറ്റിങ്ങിലുണ്ടല്ലോ, ഓർത്ത് സ്തോത്രം പറയുക. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുകളിലത്തെ ആ നില ഞങ്ങൾക്കത് താമസിക്കാൻ തന്നു. എപ്പോഴെല്ലാം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പോഴെല്ലാം അമ്മച്ചി ഞങ്ങളെ വളരെ നന്നായി സൽക്കരിക്കുന്ന ഒരമ്മച്ചിയാണ്. സ്തോത്രം. ഞാൻ എപ്പോഴെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ വെറും കൈയോടെ എനിക്ക് തിരിച്ചു പോകേണ്ടി വരികയില്ല. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ തന്നുവിടും. സ്തോത്രം. ഒന്നെങ്കിൽ ഷൈനിക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും തന്നുവിടും, ആമേന് കപ്പയോ സ്തോത്രം എന്തെങ്കിലുമൊക്കെ തന്നുവിടും. സ്തോത്രം. അത് അവരുടെ സ്നേഹം അങ്ങനെയാണ്. ഇപ്പം ഞാൻ പലപ്പോഴും അത് വേണ്ട സാരമില്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പതിവും സാധാരണയുണ്ട്. സ്തോത്രം. ആമേൻ. ഇപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽക്ക് ഞങ്ങൾ അവിടെയാണ് ഫ്രഷ് ആകാൻ പോകുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അമ്മയ്ക്ക് അറിയാം ഞങ്ങൾ ഉപവാസമാണ്. അപ്പോൾ അമ്മ ചോദിക്കും ചായ വേണോ? ഞാൻ പറയും വേണ്ട. അതെന്താ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് ചായ ഇട്ട്
കുടിച്ചു. ആണോ? വേണ്ടേ? സ്തോത്രം. വീണ്ടും നിർബന്ധിക്കും, വേണ്ട. അങ്ങനെ ദിവസങ്ങളെല്ലാം അങ്ങനെയാണ്. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ നമ്മുടെ ഫിന്നിയെ വിട്ടിട്ട് താഴോട്ട് പറഞ്ഞാൽ അമ്മച്ചിയോട് ചോദിക്കുക, ചായ ഉണ്ടോ എന്ന് ചോദിക്കുക. സ്തോത്രം. അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, അതെന്നാ ഇന്ന് പതിവിലും വിരോധമായിട്ട് ചായ ചോദിച്ചേ? ഞാൻ പറഞ്ഞു, എന്തോന്നറിയില്ല, ഇന്ന് എന്തോ പതിവിലും കൂടുതൽ ഒരു ക്ഷീണം ശരീരത്തിൽ. ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. പതിവിലും കൂടുതൽ ഒരു ക്ഷീണം. സ്തോത്രം. പതിവിലും കൂടുതൽ ഒരു ക്ഷീണം. ഒരു കപ്പ് ചായ കിട്ടിയെങ്കിൽ കൊള്ളാം ആയിരുന്നു എന്നൊരു ചിന്ത വന്ന്. അപ്പം ഞാൻ പറയാം, 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ സ്തോത്രം, ചിലപ്പം നമുക്കൊരു ക്ഷീണമൊക്കെ വരും, ഇല്ലേ? നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെല്ലാം റോബോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല പാസ്റ്റർ, ഞങ്ങൾ ഇനി ഇത് 21 അല്ല 210 പോയാലും ഞങ്ങൾക്ക് ക്ഷീണമൊന്നും വരും. അങ്ങനെയാണോ? അല്ല. സ്തോത്രം. പിന്നെ നമുക്ക് നിശ്ചയമായി ക്ഷീണം വരും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായി നമ്മുടെ ശരീരം ബലഹീനമാകും. സ്തോത്രം. അത് ശാരീരിക ശക്തിയുടെ ബലഹീനതയാണ്. അല്ലെങ്കിൽ മാനസിക ശക്തി ചോർന്നു പോയവർ ഉപവാസ പ്രാർത്ഥനയിലുണ്ടോ? ഇല്ലെന്നോ? പിന്നെ നിശ്ചയമായി മനസ്സിൻ്റെ ബലം ചോർന്നു പോയ ഉപവാസ പ്രാർത്ഥനയിലില്ലേ? അതുകൊണ്ടല്ലേ ഉപവാസം നമ്മൾ പാതി വഴിയിൽ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം മനസ്സിൻ്റെ ബലം ചോർന്നു. ഇനി ഞങ്ങൾ വരുന്നില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിൻ്റെ ബലം ചോർന്നു പോയത് കൊണ്ടാണ്. ഞങ്ങൾ വീട്ടിൽ വണ്ടിക്കൂലി എടുത്ത് താഴെ നിന്നവരെ തിരിച്ച് നമ്മൾ പിടിച്ച് ഇതിനകത്ത് കയറ്റി. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇനി ഞങ്ങൾ ഉപവാസം പൂർത്തീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയവർ. അപ്പോൾ അത് മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ശരീരത്തിന് ശക്തിയുണ്ട്, രണ്ട് മനസ്സിനൊരു ശക്തിയുണ്ട്. മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടെ ശ്രദ്ധേയമാണ്, ആത്മശക്തിയാണ്. ഇവിടുത്തെ യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശാരീരിക ശക്തി ഓട്ട് കഷ്ടം പോലെ ഉണങ്ങിയെങ്കിലും ആത്മശക്തിക്കകത്ത് യേശുവിൻ്റെ അകത്ത് ഒരു ജീവൻ വ്യാപരിക്കുകയാണ്. സ്തോത്രം. നിൽക്കട്ടെ, ഞാൻ ഇന്ന് പകൽ പറയാൻ ആഗ്രഹിക്കുന്ന വാക്യം അതല്ല. ആമേൻ. 31 വാക്യത്തിൽ നിന്ന് ഒരു വാക്യം, 31 വാക്യം ഒന്ന് വായിച്ചിട്ട് അത് എബ്രായർക്കെഴുതിയ ലേഖനവുമായി കണക്ട് ചെയ്ത് നമ്മൾ വാഗ്ദത്തത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആമീൻ പറയാൻ പോകുകയാണ്. 31 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട. വാക്യം 31. അവർ വന്ന്, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ ഞാനതൊരു കുറിവാക്യമായിട്ട് എടുക്കുകയല്ല. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു പദം വായിച്ച് കേൾപ്പിക്കാൻ ഇതൊന്ന് കണക്റ്റഡ് ആക്കുന്നതേ ഉള്ളൂ. 31 വാക്യം, അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ഇച്ചും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞോ. അയ്യോ, തൻ്റെ ഇടത്തോടെ പറ. അവൻ നിവർത്തിച്ചിരിക്കുന്നു. അവൻ അത്ഭുതം ചെയ്തിരിക്കുന്നു. അവൻ കരം ചലിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തിയുടെ തികവ് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അവൻ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ കരം ചലിപ്പിച്ചിരിക്കുന്നു. എൻ്റെ കൂടാരത്തിൽ ചില വിടുതലുകൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത വിഷയത്തിൽ അവൻ വഴി തുറന്നിരിക്കുന്നു. എൻ്റെ കണ്ണുകളെ അവൻ പ്രകാശം ഭൂരിതമാക്കിയിരിക്കുന്നു. എൻ്റെ അകത്ത മനുഷ്യൻ്റെ അകത്തൊരു ജീവൻ വ്യാപരിച്ചിരിക്കുന്നു. എൻ്റെ ഭവനത്തിനകത്തൊരു നീരുറവ ദൈവം തുറന്നിരിക്കുന്നു. എൻ്റെ വിഷയത്തിൽ ആകാശത്തിന്റെ കിളിവാതിൽ അവൻ തുറന്നിരിക്കുന്നു. എൻ്റെ വിഷയത്തിനകത്ത് ആഴികളെ അവൻ തുറന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി അവൻ അത് നിവർത്തിച്ചിരിക്കുന്നു. ശബ്ദമുയർത്തി പറയാൻ കഴിയുന്നവർ പറ, അവൻ അത് നിവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ അത് നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് ഒരു വാഗ്ദത്തത്തിന്റെ പരിസമാപ്തിയാണ്, ഒരു വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയാണ്. കിട്ടുന്നുണ്ടോ? ഒരു വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയാണ് അവനത് നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇനി വാഗ്ദത്തം കിട്ടാൻ സത്യത്തിൽ ചെയ്യേണ്ട കാര്യം എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അടിവരയിട്ട് വാക്യങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എബ്രായർ 6:12. ഓക്കെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവനത് നിവർത്തീകരിച്ചിരിക്കുന്നു എന്ന് 22-ാം സങ്കീർത്തനക്കാരൻ വാഗ്ദത്തത്തിന്റെ പരിസമാപ്തി പറയുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ള അവനത് നിവർത്തിക്കും. യേശുവിൻ്റെ ക്വാളിറ്റിയാണത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാ, പറഞ്ഞ വാഗ്ദത്തങ്ങളെ ദൈവം പൂർത്തീകരിച്ചിരിക്കും. ആമേൻ. സ്തോത്രം. ഞാൻ ആ വാക്ക് വീണ്ടും പറയാം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് അച്ഛാ, ദൈവം പറഞ്ഞ ദൂതുകളെ ദൈവം നിവർത്തീകരിച്ചിരിക്കും. ഏത് വിഷയത്തിനകത്ത് എങ്ങനെ ഭാരപ്പെട്ടാലും ഈ പകൽ ഉപവാസത്തിൻ്റെ പരിസമാപ്തി ദിവസം ആത്മാവ് നമ്മളോട് ദൂത് പറയുന്നു, പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെയും എൻ്റെ ദൈവം നിവർത്തീകരിച്ചിരിക്കും. അതൊരു പ്രവാചകനിലൂടെ പറഞ്ഞതാണെങ്കിൽ ദൈവം അത് നിവർത്തീകരിച്ചിരിക്കും. അതൊരു അഭിഷക്തനിലൂടെ പറഞ്ഞതാണെങ്കിൽ ദൈവം അത് നിവർത്തീകരിച്ചിരിക്കും. നിങ്ങളുടെ കൂടെ ഉപവസിക്കുന്നവർ പറഞ്ഞവരാണെങ്കിൽ ദൈവം അത് നിവർത്തീകരിച്ചിരിക്കും. അല്ല, നിങ്ങൾ കണ്ട സ്വപ്നത്തിലൂടെ ഇടപെട്ടതാണെങ്കിലും എൻ്റെ ദൈവം അത് നിവർത്തീകരിച്ചിരിക്കും. ആമേൻ. പക്ഷെ നിവർത്തീകരിച്ചിരിക്കും എന്ന് പറഞ്ഞ വാക്ക് അവിടെ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണത്. പക്ഷെ ആ വാഗ്ദത്തം പിടിക്കാൻ ഞാൻ എന്ത് വേണം? ആ നിവർത്തീകരണം നടക്കാൻ ഞാൻ എന്ത് വേണമെന്നാണ് 6:12 പറയുന്നത്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ഒന്ന് പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന ആളെ തട്ടിക്കിട്ട് പറഞ്ഞാട്ടെ, മന്ദത വേണ്ടെന്ന്. മന്ദബുദ്ധിയാകരുതെന്നല്ല,
മന്ദതയുള്ളവരാകാതെ. അതെന്ന് വെച്ചാൽ ആ വാക്കിനർത്ഥം എന്നാ? മന്ദത എന്ന് പറഞ്ഞാൽ എന്താ? മന്ദത എന്ന് പറഞ്ഞാൽ എന്താ മകൾ? ആ വാക്കിനർത്ഥം എന്നാടാ? മന്ദത എന്ന് പറഞ്ഞാൽ എന്നാ? മന്ദല്ല, മന്ദത. ആ വാക്കിൻ്റെ അർത്ഥം എന്നാ? മന്ദത. സൂസൂന്നൊക്കെ പറയുന്നുള്ളൂ, ഇങ്ങനത്തെ ഇതിലെ കർത്താവിൻ്റെ ദാസൻ KJ തോമസ് പാസ്റ്റർ എനിക്ക് ആരാണ്ടെന്നാടൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഉത്തരവാകുന്നില്ലെന്ന് പറയും. മന്ദത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? അലസത എന്ന് പറയും. ഞാൻ കുറച്ചും കൂടെ നല്ലൊരു ഭാഷയെ വിശദീകരിക്കാം. നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല. ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടുന്നുണ്ട്, പക്ഷെ നന്നായിട്ട് ഓടുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിലാ. പഠിക്കുന്നുണ്ടോ? പിന്നെ പഠിക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് മലയാളികൾ, ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിയാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം ഈ ഉത്തരം കേട്ട കുഴപ്പമില്ലായിരുന്നു. എന്തോ അത് കേൾക്കുമ്പോഴേ അറിയാം. സ്തോത്രം. കണ്ടോ? കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എഴുതിയോ പാസ്റ്ററെ? എഴുതി. പിന്നെ നിശ്ചയമായിട്ടും എഴുതി. എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തു. എക്സാം 20 ചോദ്യം അറ്റൻഡ് ചെയ്തു, 20 ചോദ്യം അറ്റൻഡ് ചെയ്തു, പക്ഷേ എന്തോ ഒരു മന്ദത. കണ്ടോ? അപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു മന്ദത. സ്തോത്രം. അതാണ് ആ വാക്യത്തിൻ്റെ ക്ലിയർ ആയ അർത്ഥം. യോഗത്തിൽ വരുന്നില്ലെന്നല്ല, അവരെ വേറൊരു ഗണത്തിൽപ്പെടുത്തുന്നത്, അത് നമുക്ക് പിന്നെ പറയാം. സ്തോത്രം. മീറ്റിങ്ങിന് വരാത്തതല്ല, പക്ഷേ മീറ്റിങ്ങിനെല്ലാം വരുന്നുണ്ട്, എല്ലാ സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു മന്ദത. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെ ബിന്നി പാസ്റ്ററിൻ്റെ വൈഫ് അനുവാനിയ, അവരത് സന്തോഷത്തോടാണോ പാസ്റ്റർ ചെയ്യുന്നത്? ചുമ്മാ ചോദിച്ചതാ, വെറുതെ ചോദിച്ചതാ. അവർ നിർബന്ധിച്ചതാണോ പാസ്റ്റർ, അതവർ സന്തോഷത്തോടാണോ അത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, സന്തോഷത്തോടാണ് ചെയ്യുന്നത്. സന്തോഷത്തോടാണ് ചെയ്യുന്നതെങ്കിൽ കർത്താവിന് മഹത്വം. അപ്പോൾ ചെയ്തതല്ല വിഷയം, ചെയ്തത് സന്തോഷത്തോടാണോ ചെയ്തത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. സ്തോത്രം. ഇല്ല, സന്തോഷത്തോടല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഉറപ്പിച്ച് അടിവരയിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാം, അത് മന്ദതയോടെ ചെയ്തതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, അടുത്ത വാക്ക്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് പറഞ്ഞാൽ, വാഗ്ദത്തം പ്രാപിച്ച ഒരു തലമുറ എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, അവർക്ക് ഞാൻ അനുകാരിയായി തീരണമെങ്കിൽ ഞാൻ മന്ദതയില്ലാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. 2 പദങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞേ. വിശ്വാസത്താലും. ഒന്നുകൂടെ പറഞ്ഞു. വിശ്വാസത്താലും. അയ്യോ, പ്രധാനപ്പെട്ട 2 പദങ്ങളാണ്. വാഗ്ദത്തം പിടിക്കണമെങ്കിൽ ഒറ്റ ഫോർമാറ്റ് ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. വിശ്വാസം വേണം, ദീർഘക്ഷമയും വേണം. എന്നാൽ ചിലർക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ ഒട്ടും ക്ഷമയില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അവർ വിശ്വസിക്കും, ഇന്ന് 12 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം നടത്തണം, അതവരുടെ വിശ്വാസമാണ്. പക്ഷെ ഒരു ക്ഷമയും ഇല്ല. പക്ഷേ 2 കാര്യങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. വിശ്വാസം വേണം. കഴിഞ്ഞ 20 ദിവസങ്ങളായി പ്രാർത്ഥനയുടെ ഉൾമുറിക്കൊക്കെ ആത്മാവിൽ ജാഗരിച്ചും പ്രാർത്ഥിച്ചും അത്ഭുതം നടക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ. പല വിഷയത്തിലും അത്ഭുതം നടന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകും, പല വിഷയത്തിൽ ദൈവപ്രവൃത്തി നടന്നു. അപ്പോഴും ഇപ്പോഴും തൊടാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ ദൈവം. ആ വിഷയത്തിൽ അത്ഭുതം നടക്കാൻ ഒരു ഫോർമാറ്റ് ഈ വാക്യത്തിൽ കിടക്കുകയാണ്. വിശ്വാസവും വേണം, ഇച്ചിരി ദീർഘക്ഷമയും കൂടെ ആ വിഷയത്തിനകത്ത് വേണം. സ്തോത്രം. നമ്മുടെ കൂടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒത്തിരി സഹോദരങ്ങളുണ്ടായിരുന്നെങ്കിലും ഭോപ്പാലിൽ നിന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഉപവാസത്തിന് 1-ാം ദിവസം നമ്മൾ പറഞ്ഞവരുടെ പേരുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭോപ്പാലിലുള്ള ഒരു പറ്റം സഹോദരിമാർ നമ്മുടെ ഉപവാസത്തിൻ്റെ സെയിം സമയം തന്നെ അവർ ഫാസ്റ്റിങ്ങോടെ ആയിരുന്നു. 21 ഡേയ്സ് പൂർണ്ണമായി അവർ ഫാസ്റ്റിങ്ങോടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഓൺലൈൻ മീറ്റിങ്ങുകളൊന്നുമില്ല, വീഡിയോ റെക്കോർഡുകൾ അവസാന സമയങ്ങളാണല്ലോ നമ്മൾ ഇതൊക്കെ ഡിസൈഡ് ചെയ്തത്. സ്തോത്രം. അതുകൊണ്ട് വീഡിയോ റെക്കോർഡോ ഓൺലൈനോ സൂമോ ഒന്നുമില്ല. അവർ പറഞ്ഞു, അതൊന്നും വേണ്ട പാസ്റ്റർ, അവിടെ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങുമല്ലോ, അത് ഞങ്ങൾ ഇവിടെ അനുഭവിച്ചോളാം. സ്തോത്രം. ലൈവിനകത്ത് ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ. സ്തോത്രം. അവിടെ ഇറങ്ങുന്നത് ആ സമയം തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കും, അവിടെ ഇറങ്ങുന്ന പ്രസൻസ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊന്നും എനിക്ക് അവരെ വിളിക്കാൻ പറ്റിയില്ല, പല കാര്യങ്ങളായിരുന്നല്ലോ, വിളിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്നലെ വൈകിട്ട് ഞാൻ പെട്ടെന്ന് അവരെ ഓർക്കുകയും അവർ ഇന്നലെ വൈകിട്ട് വിളിച്ചു, ഒത്തിരി നേരം സംസാരിച്ചു. സ്തോത്രം. അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം തോന്നും. സ്തോത്രം. എന്നാണെന്നറിയാമോ? പക്ഷേ ഉപവാസത്തിന് 1-ാമത്തെ ദിവസം മുതൽ ഇച്ചിരി ഡ്രൈനസ് ഞങ്ങൾ ഫീൽ ചെയ്തു. പക്ഷേ അറിയില്ല പക്ഷേ 15-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആത്മശക്തി ഞങ്ങളുടെ ശരീരത്തിനകത്ത് ഇറങ്ങി വന്നു. ഞാൻ ആ ദിവസം ചോദിച്ചു, ഏത് ദിവസം? 15-ാമത്തെ ദിവസം. ഞാൻ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ, 15-ാമത്തെ ദിവസം മുതലാണ് ഇവിടെ ഒരു ആത്മീയ ശക്തിയും ഇറങ്ങി വന്നത്. സ്തോത്രം. അപ്പോൾ ഒരുമിച്ച് നമ്മളെ കണക്റ്റഡ് ആക്കിയ ഒരു ദൈവം ഉണ്ടെന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. സ്തോത്രം. നിൽക്കട്ടെ. സ്തോത്രം. അപ്പോൾ ആ പ്രിയപ്പെട്ടവർ, ആ സഹോദരി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അവിടെ മെയിനായിട്ട് ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഒരു മാന്യ സഹോദരിയുണ്ട്. സഹോദരി എന്നോട് പറഞ്ഞ വാക്ക്, സ്തോത്രം, പലരുടെയും വിഷയത്തിനൊക്കെ അത്ഭുതം നടന്നു പാസ്റ്റർ, പലരുടെയും വിഷയത്തിൽ അത്ഭുതം നടന്നു. അപ്പോൾ ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് ആ സഹോദരിയാണ്. എന്നിട്ട് അവസാനം അവർ നിരാശയോടെ പറയുക, പക്ഷേ എൻ്റെ വിഷയത്തിനകത്ത് മാത്രം ഇതുവരെ ഒരു അത്ഭുതം അവരുടെ ഹസ്ബൻഡ് വിശ്വാസത്തിനകത്ത് വന്നിട്ടില്ല, അവരുടെ തലമുറ വിശ്വാസത്തിനകത്ത് വന്നിട്ടില്ല. അവരുടെ പ്രധാന വിഷയം അതാണ്. എല്ലാവരുടെയും വിഷയത്തിൽ അത്ഭുതം നടന്നു പാസ്റ്റർ, പക്ഷേ എൻ്റെ വിഷയത്തിൽ ഇതുവരെ ഒരു അത്ഭുതം. ഞാൻ പെട്ടെന്ന് തിരിച്ചടുത്തൊരു വോയിസ് ഇട്ടു, എൻ്റെ സഹോദരി, നമ്മളൊക്കെ ശുശ്രൂഷകന്മാരല്ലേ, അവരുടെ വിഷയത്തിനകത്ത് അത്ഭുതം നടന്നല്ലോ, അത് മതി. സ്തോത്രം. അത് മതി. അപ്പം നമ്മുടെ വിഷയത്തിലോ നമുക്ക് ഇച്ചിരി ദീർഘക്ഷമയോടെ ഇരിക്കാം, നമുക്ക് ഇച്ചിരി കാത്തിരിക്കാം. സ്തോത്രം. അവരുടെ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്ത ദൈവം നമ്മുടെ വിഷയത്തിലും എന്ത് ചെയ്തോളും? അത്ഭുതം ചെയ്തുകൊള്ളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-2 ചിന്തകൾ വേഗത്തിൽ ഞാൻ പറയാം, ശ്രദ്ധിച്ചാട്ടെ. പഴയ നിയമ ചുറ്റുപാടുകളുടെ ആരാധനക്രമത്തിനകത്ത് ജീവിച്ചു
ജീവിച്ചു വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എബ്രായ ദേശത്തിനകത്തുള്ളത്. വളരെ പ്രാർത്ഥന ശ്രദ്ധിക്കുക, പ്രസംഗമല്ല, ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൻ്റെ ആരാധനക്രമത്തിനകത്ത് ജീവിച്ചു വന്ന ഒരു കമ്മ്യൂണിറ്റി, സ്തോത്രം. അവരുടെ ആരാധന എന്ന് പറയുന്നത് യാഗങ്ങളാണ്, യാഗാർപ്പണങ്ങളാണ്, മൃഗങ്ങളാണ്. പാപം ചെയ്യും, പക്ഷെ പാപം ചെയ്യുന്നതിന് തത്തുല്യമായി മൃഗങ്ങളെ യാഗാർപ്പണം നടത്തി ജീവിച്ചു പോകുന്ന ഒരു തലമുറ, സ്തോത്രം. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യനെ അവൻ തന്നിൽ നിന്നും അകന്നു മാറിയപ്പോൾ ആ മനുഷ്യനെ വിടിവിക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി ദൈവം വെച്ച പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് യാഗാർപ്പണം എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ സ്നാനമെടുത്തപ്പോൾ ആ കാര്യം ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞു. യാഗാർപ്പണം ദൈവം ഇത്രയും ഉദ്ദേശിച്ചോളൂ. ഒരുവൻ പാപിയാണെങ്കിൽ അവൻ എന്നിലേക്ക് അടുത്തു വരണമെങ്കിൽ അവൻ മരിക്കേണ്ട സ്ഥാനത്ത് അവന് പകരം ഒരു കാളക്കുട്ടി മരിക്കട്ടെ, അവൻ മരിക്കേണ്ട സ്ഥാനത്ത് അവന് പകരം ഒരു ആട്ടുകൊറ്റൻ മരിക്കട്ടെ, അവൻ മരിക്കേണ്ട സ്ഥാനത്ത് അവന് പകരം ഒരു കുറുമ്പ്രാവ് തീർക്കട്ടെ, അവൻ്റെ രക്തം വീഴട്ടെ. ഇതാണ് ദൈവത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ പ്രമാണം. അപ്പോൾ ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, സഹോദരങ്ങളെ, മനുഷ്യൻ ദൈവത്തോട് അടുത്തു വരണം, കാളക്കുട്ടിയെ ബലി അർപ്പിച്ച്. ഇതാണ് ദൈവം ഉദ്ദേശിച്ചതെങ്കിലും മനുഷ്യനാരാ? മനുഷ്യൻ ഭയങ്കര മിടുക്കനാ, സ്തോത്രം. അവൻ എന്ത് ചെയ്തു? അവൻ ചെയ്തത്, അവനൊരു പാപം ചെയ്യും. പാപം ചെയ്ത അവൻ ശനിയാഴ്ച, ഞായറാഴ്ച അല്ലെങ്കിൽ കർത്തൃദിവസത്തിൽ വരുമ്പോൾ, ആലയത്തിനകത്ത് വരുമ്പോൾ ഒരു വലിയ കാളക്കുട്ടിയെ കൊണ്ടുവരും. കാളക്കുട്ടിയെ ബലി അർപ്പിക്കും. അപ്പോൾ രക്തം അല്ലെങ്കിൽ പാപം അഴിഞ്ഞു മാറി രക്തത്തിൻ്റെ ശുദ്ധി വന്നു, അവന് ദൈവത്തോട് അടുക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തോട് അടുത്ത് സ്തോത്രമെല്ലാം പറഞ്ഞ്, ഹല്ലേലൂയ എല്ലാം പറഞ്ഞ്, കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആമേനൊക്കെ പറഞ്ഞ്, അന്യഭാഷയൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ് അവൻ തിരിച്ചു വീട്ടിലോട്ട് പോകും. അടുത്ത തിങ്കൾ മുതൽ ശനി വരെ പിന്നെയും അവൻ എന്ത് ചെയ്യും? പാപം ചെയ്യും. എന്നിട്ട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ പിന്നെ അവനൊരു കുറുമ്പ്രാവിനെയും കൂടെ കൊണ്ടുവരും, സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് വരുന്ന ദിവസം മാത്രം അവൻ യാഗാർപ്പണം കൊണ്ടുവരും, ബാക്കി എല്ലാ ദിവസങ്ങളും അവൻ പാപത്തിലേക്ക് വഴിഞ്ഞു മാറും. ഇങ്ങനെ പഴയ നിയമത്തിൻ്റെ യാഗാർപ്പണങ്ങൾക്കകത്ത് അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നൊരു ചിന്ത പഴയ നിയമ പുസ്തകത്താളുകൾക്കകത്ത് രേഖപ്പെടുത്തിയപ്പോൾ പുതിയ നിയമത്തിനകത്ത് ഒരു വലിയ ശബ്ദം മുഴങ്ങിക്കേട്ടു, ആർ നമുക്ക് വേണ്ടി പോകും, സ്തോത്രം. സകല പാപത്തിൻ്റെയും പരിഹാരത്തിന് പ്രായച്ചിത്തം കഴിക്കാൻ വേണ്ടി കർത്താവ് യേശു 2 കള്ളന്മാരുടെ നടുവേ 3 ആണികൾക്കകത്ത് അവൻ തൂക്കപ്പെട്ട് മരിച്ചു കിടക്കുക. അതിന് പ്രതീകമായിട്ട് ഇന്ന് പകൽ നമ്മൾ തിരുവത്താഴ ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിക്കും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. കർത്താവിൻ്റെ രക്തം നമ്മുടെ ശിരസിനകത്തേക്ക് വ്യാപരിക്കപ്പെട്ടു. പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു സംഭവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയാം. നോർത്ത് ഇന്ത്യയിൽ വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്നാഹങ്ങളൊക്കെ നടക്കുന്ന സമയം, വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിനകത്ത് വലിയ സമ്മേളനങ്ങൾ നടക്കുക. സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ സ്തോത്രം അതേ വരുന്നതിന് തൊട്ട് 2 വർഷം മുമ്പുള്ളപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. അതിനേക്കാൾ 2 വർഷം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രത്യേക സ്ഥലത്തിനകത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു വല്ലാത്ത സമയം. ആ സമയത്തിനകത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ ആവേശത്തോടെ തടിച്ചുകൂടിയ ജനസമൂഹത്തെ നോക്കി ആവേശത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, അതെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന മൂർച്ചയുള്ള ഒരു ആയുധം എടുത്ത് ആ മനുഷ്യന്റെ വിരലിന്റെ അറ്റം ആ മനുഷ്യൻ മുറിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ വിരലിന്റെ അറ്റം മുറിച്ചപ്പോൾ രക്തത്തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി. വീണിറങ്ങുന്ന രക്തത്തുള്ളികൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഗ്ലാസിനകത്തേക്ക് ആ മനുഷ്യൻ ഇറ്റിറ്റൊഴിച്ചു. ആ രക്തത്തുള്ളികളെല്ലാം അതിനകത്ത് നിറച്ചു. ഒരു 1/4 ഗ്ലാസ് ആയപ്പോഴത്തേക്കും തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു തൂലിക എടുത്ത്, ഒരു പേനായി എടുത്ത് ആ രക്തത്തിനകത്തേക്ക് മുക്കി വെച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ആമൻ, ഈ കൂട്ടത്തിൽ തടിച്ചുകൂടിയ ജനസമൂഹത്തിൽ ആരെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എന്നോടുകൂടെ പോരാടാൻ തയ്യാറാണെങ്കിൽ എൻ്റെ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ പേനയെടുത്ത് ഇവിടെ ഇരിക്കുന്ന വെള്ള പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതി ഒപ്പിട്ടാട്ടെ. ആവേശഭരിതമായ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഇരിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരുടെ ശിരസിനകത്ത് രക്തം തുടിക്കാൻ തുടങ്ങി. അവർ അത് പറഞ്ഞു തീർക്കുന്നതിനേക്കാൾ മുമ്പ് ചാടി എഴുന്നേറ്റു. 100 കണക്കിന് ചെറുപ്പക്കാർ ഫ്രണ്ടിലേക്ക് വന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന പേനായി എടുത്ത് പേപ്പറിനകത്ത് പേരെഴുതി ഒപ്പുവെച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളും പോരാടാൻ തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇന്ത്യയുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് ഊറ്റിക്കൊടുത്തതേ ഒരു 1/4 ഗ്ലാസ് രക്തമാ. എന്നാൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ഊറ്റി തന്നത് ഒരു 1/4 ഗ്ലാസ് രക്തമല്ല, ഒരു 1/2 ഗ്ലാസ് രക്തമല്ല, ഒരു 3/4 ഗ്ലാസ് രക്തമല്ല. അവൻ്റെ ശരീരത്തിലെ സകല തുള്ളി ചോരയും അവൻ എനിക്ക് വേണ്ടി ഊറ്റി തന്നു എന്ന് വിശ്വസിക്കുന്നവർ ഈ പകലത്തെ മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറ, നിന്റെ രക്തം മുഴുവനും എനിക്ക് വേണ്ടി ഊറ്റി തന്നതിനായി സ്തോത്രം പറയുക. ആമൻ. പടയാളി വന്നു ഒരു കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ വേദപുസ്തകം പറയുക, ഇനി ഒരു തുള്ളി രക്തം അവശേഷിക്കുന്നില്ല. ഒരു മനുഷ്യൻ
മനുഷ്യൻ മരിച്ചാൽ, ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യൻ മരിച്ചാൽ ഹൃദയത്തിൻ്റെ വാൽവുകൾക്കകത്ത് 33 ഔട്ട്സ് രക്തം ബാക്കി നിൽക്കും എന്ന് ചരിത്രം പറയുന്നു. മെഡിക്കൽ സയൻസ് പറയുന്നു. ഒരു മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകളിൽ 33 ഔട്ട്സ് രക്തം ബാക്കി നിൽക്കും. ആമൻ. യേശുവിൻ്റെ ശരീരത്തിനകത്തേക്ക് പടയാളി വന്ന് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ വേദപുസ്തകം പറയുക, രക്തം വന്നെന്നല്ല, ഉള്ള വെള്ളവും കൂടെ പുറത്തു വന്നു. എന്താ വാക്കിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് അവശേഷിച്ചിരുന്ന 33 ഔട്ട്സ് വെള്ളവും കൂടെ അത് പുറത്തേക്ക് ചാടി എന്നുള്ളത്. ഒരു തുള്ളി രക്തവും ഇനി ആ ശരീരത്തിനകത്ത് അവശേഷിക്കുന്നില്ല. രക്തം മുഴുവനും അവൻ എനിക്ക് വേണ്ടി ഊറ്റിത്തന്നു. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എബ്രായ ദേശത്തിനകത്ത് ആമൻ യാഗപീഠം ആരാധിച്ചു കൊണ്ടിരുന്ന പൗരോഹിത്യ ആരാധനയ്ക്കകത്ത് നിന്ന് അവരുടെ ഹീറോ എന്ന് പറയുന്നത് മോശയാണ്, അവരുടെ ഹീറോ എന്ന് പറയുന്നത് അഹ്റോനാണ്, അവരുടെ ഹീറോ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ ദൂതന്മാരാണ്, അവരുടെ ഹീറോ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ യാഗാർപ്പണങ്ങളാണ്, അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആലയമാണ്. ഇങ്ങനെ പാരമ്പര്യത്തിനകത്ത് ജീവിച്ചു വന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് നടുവിലേക്ക് സുവിശേഷത്തിൻ്റെ സത്ത വെളിപ്പെട്ടു വരാൻ തുടങ്ങിയപ്പോൾ, ആ സത്ത അവരുടെ നടുവിലേക്ക് ജനിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വിശ്വാസത്തിനകത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസത്തിനകത്തേക്ക് ഇറങ്ങിയ പുതിയ നിയമ പുസ്തകത്താളുകളിലെ എബ്രായ ദേശത്തിനകത്തെ ജനം, ആ ജനത്തിൻ്റെ പ്രത്യേകത പഴയ നിയമത്തിൻ്റെ ആരാധനയായിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ യേശുവിൻ്റെ ആരാധനയിലേക്ക് വരിക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവർ സ്നാനപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവർ അഭിഷേകം പ്രാപിച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇങ്ങനെ പുതിയ നിയമത്തിൻ്റെ ആരാധനക്രമത്തിനകത്തേക്ക് എബ്രായ ദേശത്തിനകത്തെ വിശ്വാസ സമൂഹങ്ങൾ കയറി വരാൻ തുടങ്ങിയപ്പോൾ ആമേൻ, അവരെ എത്രത്തോളം മൃഗീയമായി പീഡിപ്പിക്കാവോ അത്രത്തോളം മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് എബ്രായ ദേശം വഴിമാറാൻ തുടങ്ങി. അവിടുത്തെ അധികാര ഭരണ സംവിധാനങ്ങൾ വിശ്വാസിയെ കണ്ടാൽ വിശ്വാസിയാണോ? വിശ്വാസിയെ കണ്ടാൽ സ്നാനപ്പെട്ടതാണോ? അല്ല. ഓക്കെ. സ്നാനപ്പെട്ടതല്ലേ? വിശ്വാസിയെ കണ്ടാൽ സ്നാനപ്പെട്ടതല്ലേ? വിശ്വാസിയെ കണ്ടു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ, അഭിഷേകം പ്രാപിച്ചവനെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ അധികാരികൾ അവനെ പിടിച്ചുകൊണ്ടുവരും. എന്നിട്ട് ആഴ്ചകൾ വിശന്നിരിക്കുന്ന സിംഹത്തിനകത്തേക്ക് അവനെ ഇട്ടുകൊടുക്കും. സ്തോത്രം. സിംഹങ്ങൾ ഇത് കാണുമ്പോഴേ അവൻ വന്നു വീഴാൻ പോയിട്ട് വെയിറ്റ് ചെയ്യത്തില്ല. അവൻ ഇങ്ങനെ കൂട്ടിനകത്തേക്ക് വീഴുമ്പോഴേ സിംഹങ്ങൾ വായി തുറന്ന് വിശ്വാസിയെ കയറി പിടിക്കോ. എന്നിട്ട് അവയെ പിച്ചു ചീന്തും. ഇത് കണ്ടിട്ട് അധികാര ഭരണകൂടങ്ങൾ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങും. മൃഗീയമായ ഒരു കാലഘട്ടങ്ങൾ തീർന്നില്ല. ബൈബിൾ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ ചരിത്ര പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും കണ്ണ് നിറയുന്നു പോകുന്ന പദങ്ങളൊക്കെ അതിനകത്ത് എബ്രായ ദേശത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പലരും ആവർത്തിച്ചിട്ടുള്ള പദങ്ങളാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. രണ്ട് കാലുകൾക്കകത്തേക്ക് കയറുകൾ വരിഞ്ഞു ചുറ്റിയിട്ട് രണ്ട് വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ച് സ്വത്രം താഴ്ത്തിക്കൊണ്ടുവന്നിട്ട് ഈ രണ്ട് കയറിൻ്റെ അറ്റം ആ രണ്ട് വൃക്ഷത്തിൻ്റെ കൊമ്പുകൾക്കകത്തേക്ക് ചേർത്ത് ബന്ധിപ്പിച്ചിട്ട് വൃക്ഷം പൂർവ്വസ്ഥിതിയിലാക്കുമ്പോൾ വിശ്വാസിയുടെ കൊടല് മുതൽ നടുവേ പിളർന്നു പോകുന്നത് കണ്ടിട്ടും രക്തം ചീന്തുന്നത് കണ്ടിട്ടും അധികാര ഭരണ സംവിധാനങ്ങൾ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടങ്ങൾ തീർന്നില്ല. നിറഞ്ഞ ഉമിക്കകത്തേക്ക് വിശ്വാസി ഇറക്കി വെക്കും. എന്നിട്ട് ഉമിക്ക് തീ കൊളുത്തുമ്പോൾ ആഴ്ചകൾ വെന്ത് വിശ്വാസി മരിക്കും. ഇത് കണ്ടിട്ട് അധികാര ഭരണകൂടങ്ങൾ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടങ്ങൾ. ഈ ഈർച്ചവാളാൽ അറക്കപ്പെടാൻ വേണ്ടി കഴുത്തിനെതിരെ വാളിറക്കി വെച്ചിട്ട് അവസാനം അവർ ഒരു ചോദ്യം ചോദിക്കും. ഹലോ, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ വേണമെങ്കിൽ ജീവിക്കാം, അല്ല യേശുവിനെ ആരാധിക്കാനാ മനസ്സെങ്കിൽ ഇപ്പോൾ ആ വാൾ നിന്റെ ശിരസിനകത്തേക്ക് കഴുത്തിന് നടുവിലൂടെ ഞാൻ അറത്തുവിടുമെന്ന് അധികാര ഭരണ സംവിധാനങ്ങൾ പറയുമ്പോൾ ആ പിതാക്കന്മാർ തൻ്റെ ഇടത്തോടും ചങ്കുറ്റത്തോടും അവർ ഇങ്ങനെ പറഞ്ഞു, ജീവിച്ചാൽ ഞങ്ങൾ അവനു വേണ്ടി ജീവിക്കോ, മരിച്ചാൽ ഞങ്ങൾ അവനു വേണ്ടി മരിക്കോ എന്ന് പറഞ്ഞ് എബ്രായ ദേശത്തിനകത്ത് ഒരു പറ്റം വിശ്വാസികൾ കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്നിരുന്ന ഒന്നാമത്തെ തലമുറ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്ക് തോന്നുന്നു അത്രയൊന്നും നിന്ന സഹിച്ചവൻ നമ്മുടെ യോഗത്തിനകത്തില്ല. ഉണ്ടോ? നമ്മളാകെ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്നവൻ കണ്ണിറുക്കി കാണിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ സ്തോത്രം കോക്രി കാണിക്കുന്നതും, നീ വിശ്വാസത്തിൽ പോയോ, കലക്ക വെള്ളത്തിൽ മുങ്ങാൻ പോയോ എന്നൊക്കെ ചോദിച്ചു അവനിങ്ങനെ കോപ്ര, അതൊക്കെ നമ്മൾ മാക്സിമം കണ്ടിട്ടുള്ളൂ. എബ്രായ ദേശത്തിനകത്ത് വിശ്വാസികൾ അനുഭവിച്ച പീഡനങ്ങൾ ചെറുതല്ല സഹോദരങ്ങളെ. സിംഹത്തിൻ്റെ കൂട് ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, കല്ലേറ് സഹിച്ചു, ഉപദ്രവമേറ്റു, കാടുകൾക്കകത്തേക്ക് അവരെ തള്ളിമാറ്റി. എന്തോരം കഷ്ടതകൾ ഈ 11-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാമോ? ഇത്രയും പീഡനം അനുഭവിച്ച വിശ്വാസികളുടെ ഒന്നാമത്തെ കാലഘട്ടം കഴിഞ്ഞു. ഒന്നാം
തലമുറ അനുഭവിച്ചു. ഒന്നാം തലമുറ അവസാനിച്ചു. അടുത്തൊരു സെക്കൻഡ് ജനറേഷൻ എഴുന്നേറ്റ് പറ്റും. ഒരു രണ്ടാം തലമുറ എഴുന്നേറ്റ് വന്നു. മകളെ, ഒരു രണ്ടാം തലമുറ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവർ മനസ്സുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ചിന്തിച്ചേ, ഇത് ഒന്നാം തലമുറയാ. ഈ കസേരയ്ക്കകത്ത് ഇരിക്കുന്നവർ ഒന്നാം തലമുറയാ. ഈ ഫ്രണ്ടിനകത്ത് ഇരിക്കുന്നവരെല്ലാം രണ്ടാം തലമുറ. സഹോദരിയില്ല കേട്ടോ, സ്തോത്രം. നിങ്ങൾ ഒന്നാം തലമുറ. ഈ ഇരിക്കുന്നതെല്ലാം രണ്ടാം തലമുറ. സ്തോത്രം. ഇവർ എഴുന്നേറ്റ് വന്നു. നിങ്ങളെല്ലാം കർത്താവിന് വേണ്ടി മരിച്ചു. സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് വീണു. ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. കല്ലെറ് സഹിച്ചു. ഉപദ്രവം, പട്ടിണി, ശീതം, ആപത്ത്, വാള്, നഗ്നത എല്ലാം സഹിച്ചവരാ നിങ്ങൾ. കർത്താവിന് വേണ്ടി നിങ്ങൾ രക്തസാക്ഷികളായി. രണ്ടാം തലമുറ കണ്ടല്ലോ, ഇവർ കയറി വന്നു. ഇവർ ചർച്ചിനകത്ത് വന്നു. അപ്പച്ചന്മാർ കാണിച്ചു കൊടുത്ത വേദപുസ്തകത്തിൻ്റെ താളുകളിൽ പുതിയ നിയമ ആരാധനയ്ക്കകത്ത് ഇവർ കയറി വന്നു. ഇവർ കയറി വന്നൊരു കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇവർ പരസ്പരം ചോദിച്ചു, അതെ, നമ്മുടെ അപ്പന്മാർ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് എന്നാ കിട്ടിയടാ, എന്നാ കിട്ടി? ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. സിംഹത്തിനിരയായി മാറി. ഉപദ്രവം സഹിച്ചു. പട്ടിണി സഹിച്ചു. കല്ലേറ് സഹിച്ചു. ഉമ്മിക്കകത്തേക്ക് ഇറക്കി വെച്ച് തീ കൊളുത്തി. നമ്മുടെ അപ്പന്മാർ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് എന്നാ കിട്ടി? നമ്മുടെ വീട് മാറിയില്ല, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ വാഹനം മാറിയില്ല, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ലോൺ അടഞ്ഞില്ല, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പരിഹാസം കൂടിയോ കുറഞ്ഞോ? പരിഹാസം കൂടി. കല്യാണത്തിന് ഇതിന് മുമ്പ് വിളിക്കുമായിരുന്നു, ഇപ്പോൾ കല്യാണത്തിന് വിളിക്കുമോ? പരിഹാസം കൂടി, നിന്ന് കൂടി. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു കമ്മിറ്റി വിളിച്ചിട്ട് കൂട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മാർഗ്ഗത്തിൽ നിന്നുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല. പിന്നെ ഇനി എങ്ങോട്ട് പോകണം? അതാ വിഷയം. എങ്ങോട്ട് പോകണം? പഴയ നിയമത്തിൻ്റെ ആരാധനയിലേക്ക് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം? അതേതാ പഴയ നിയമത്തിൻ്റെ ആരാധന? പഴയ നിയമത്തിൻ്റെ പാരമ്പര്യം, പഴയ പള്ളി, പഴയ ആരാധനക്രമം. അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് ആഗ്രഹിച്ച് ഇവർ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു. അപ്പോഴും ഇവരിയ്ക്കുന്ന ആലയത്തിൽ തന്നെ കേട്ടോ. ഇപ്പോഴും ചർച്ചിനകത്തുണ്ടോ? ഉണ്ട്. സഭയ്ക്കകത്തുണ്ട്. ആണോ? ചിലങ്കയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ചർച്ചിനകത്തുണ്ട്. രാവിലെ വന്ന വൈകിട്ട് വരെ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രശ്നം മനസ്സുകൊണ്ട് പിന്മാറാൻ നിൽക്കുക. സ്തോത്രം. സഭയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? മെമ്പർഷിപ്പിനകത്ത് പേരുണ്ടോ? ഉണ്ട്. സ്തോത്രം. ലിസ്റ്റിനകത്ത് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിശ്ചയമായിട്ട്. പക്ഷേ മനസ്സുകൊണ്ട് പിന്മാറാൻ നിൽക്കുന്ന ഇവർക്ക് ഇവരുടെ മനസ്സറിഞ്ഞ കർത്താവ് ഒരു എഴുത്തുകാരനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ, എൻ്റെ ജനം പിന്മാറാൻ നിൽക്കുക, അവരെ ബലപ്പെടുത്തേണ്ട ലെറ്റർ എഴുതി കൊടുക്കണം, ഒരു കത്തെഴുതി കൊടുക്കണം. അങ്ങനെ ഒരു അഭിഷക്തൻ ആത്മനിറവിൽ ഇവരുടെ മനസ്സറിഞ്ഞ് എഴുതിയ ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ആ ലേഖനം എഴുതുമ്പോൾ ഈ മനുഷ്യൻ ആത്മനിറവിൽ പറയുന്നു, പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളത്തിന് നിങ്ങളിൽ ഒരു പ്രസാദവും ഇല്ല. സ്തോത്രം. പിന്മാറിയില്ല, ചർച്ചിനകത്താണ്. പക്ഷെ പിന്മാറാൻ മനസ്സുകൊണ്ട് കമ്മിറ്റി കൂടിയിരിക്കുന്ന ഇവരോട് ദൈവം പറയുകയാണ്, പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളത്തിന് നിങ്ങളിൽ ഒരു പ്രസാദവും ഇല്ല. സ്തോത്രം. എന്ന് പറഞ്ഞ് ഇവരെ ബലപ്പെടുത്തിയ ലേഖനമാണ് ഈ ലേഖനം. ആ ലേഖനം എഴുതി വരുമ്പോൾ 6:12 വാക്യത്തിൽ നമ്മുടെ കുറിവാക്യം വായിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ വിഷയം വാക്തത്വമാണല്ലോ, നിങ്ങൾക്കത് കിട്ടുന്നില്ലെന്നുള്ളതാണല്ലോ നിങ്ങളുടെ പരാതി. വാക്തത്വം കിട്ടും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അവൻ അത് നിവർത്തീകരിക്കും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷേ എങ്ങനെ നിങ്ങൾക്കത് കിട്ടുമെന്ന് ഈ 12 വാക്യത്തിൽ കിടക്കുന്നു. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീർന്നാലേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം സൈലൻ്റായിട്ട് ഞാൻ ചോദിക്കുക, നമ്മുടെ വാക്തത്വങ്ങളെ പിടിക്കാൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? പരാതിപ്പെട്ടി അഴിച്ചാൽ പറ്റുമോ? പരിഭവം പറഞ്ഞാൽ പറ്റുമോ? കമ്മിറ്റി വിളിച്ചു കൂടിയാൽ പറ്റുമോ? ഇനി ഞങ്ങൾ യോഗത്തിൽ വരുന്നില്ല വാസേ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവിടെ ഇത്രയോ നാൾ തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല, ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല വാസേ എന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ എന്നാ വേണം? വാക്തത്വങ്ങളെ പിടിക്കണമെങ്കിൽ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഇനി അതിനകത്ത് ഒറ്റ പദം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. 12 വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ. ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോൾ ഒരു കൊച്ചു ചോദ്യം വന്നു, എങ്ങനെ? വാക്തത്വം പിടിക്കണമെങ്കിൽ അങ്ങനെ. എങ്ങനെ? വാക്തത്വം പിടിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ മന്ദത പറയാൻ വരുമെന്നോ? ഉത്തരം പറയാൻ വരുമെന്നോ? അല്ല. ഓക്കെ. വാക്തത്വം പിടിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാതെ. ബാക്കി പേരെ കേൾക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം, മമ്മി എങ്ങനെ? അച്ഛാ എങ്ങനെ? അതാ വിഷയം. എങ്ങനെ വാക്തത്വത്തെ പിടിക്കാൻ പറ്റും അതറിയണമെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിലും 6-ാം അധ്യായം മാത്രം ഒന്ന് പറഞ്ഞ് നമ്മളങ്ങ് പ്രാർത്ഥിക്കാൻ പോവുക. 6:1 വാക്യം. എങ്ങനെ? 6:1 വാക്യം. അങ്ങനെ എന്നുള്ള ചോദ്യത്തിന് മറുപടി പിടിക്കാൻ 6:1 നമ്മൾ വായിച്ചു. അവിടെയും കിടക്കുന്നത് അതുകൊണ്ടെന്നാ. അപ്പോൾ ഏതുകൊണ്ട്? അതും വിഷയം വന്നു. ഇത് മൊത്തം ഇത്രയും ചോദ്യം ചോദിക്കുകയെങ്കിൽ ഞങ്ങൾ ഇന്ന് വരികയില്ലായിരുന്നു മാസ്റ്റർ. ഇന്നലെ കൊണ്ട് ഞങ്ങൾ യോഗം പരിസമാപ്തിയിൽ. അങ്ങനെയാണോ? അങ്ങനെ എന്നുള്ള ചോദ്യം പിടിക്കാൻ വേണ്ടി എങ്ങനെയെന്നറിയാൻ 6:1 നമ്മൾ വായിച്ചപ്പോൾ അവിടെയും കുരുക്കിടുകയാണ് അതുകൊണ്ട്. അപ്പോൾ ഏതുകൊണ്ടെന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ
വന്നു. അത് ഏതുകൊണ്ടെന്ന് നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 5-ാം അധ്യായം വായിച്ചാൽ ഏതുകൊണ്ടാണെന്ന് പിടികിട്ടും. 5-ാം അധ്യായം മൊത്തം ഒന്നും വായിക്കേണ്ടി വരത്തില്ല. 5-ന്റെ 11 തൊട്ട് 14 വരെ വായിച്ചാൽ ഏതുകൊണ്ടെന്ന് പിടികിട്ടും എന്ന് പറഞ്ഞ് ഇപ്പോൾ വായിക്കാൻ നിൽക്കരുത്. വായിച്ച് വരുമ്പോൾ പ്രസംഗം തീരും. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഏതുകൊണ്ട് അതവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. ഏതുകൊണ്ട് അതുകൊണ്ട്. ഇനി അടുത്തത് നിർജീവ. അയ്യോ, അത് പ്രധാനപ്പെട്ട വാക്യം. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ചേർന്ന് വായിച്ചോ. മാനസാന്തരം. ഒരുമിച്ച് വായിച്ചേ. മാനസാന്തരം. ആ ആ ആ ആ ആ ആ ആ അടിസ്ഥാനം പിന്നെയും. അപ്പൊ എങ്ങനെ വാഗ്ദത്തത്തെ പിടിക്കാൻ പറ്റും? അടിസ്ഥാനം പിന്നെയും ഇട്ടുകൊണ്ടിരുന്ന വാഗ്ദത്തത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിക്കാൻ പറ്റില്ല. ലീല, എനിക്ക് പിടികിട്ടുന്നുണ്ടോ? അടിസ്ഥാനം പിന്നെയും ഇട്ടുകൊണ്ടിരുന്ന വാഗ്ദത്തത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിക്കാൻ പറ്റത്തില്ല. മക്കളെ, നമ്മളൊരു വീടിന്റെ പണിക്ക് വേണ്ടി ആഗ്രഹിക്കുക. ആ വീടിന്റെ പണിക്ക് നമ്മളൊരു അടിസ്ഥാനം ഇടും. സ്തോത്രം. ഒരു അടിസ്ഥാനം ഇടും. പിന്നെയും 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 അടിസ്ഥാനം ഇട്ടുകൊണ്ടിരുന്നാലോ നാട്ടുകാർ പിടിച്ച് അവനെ മിക്കവാറും ഒരു സെല്ലിനകത്ത്. എടാ, ഒരു വീടിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ. ആ അടിസ്ഥാനം നീ ഓൾറെഡി ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ? വീട് പണിയെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് കല്ലറക്കണം. അത് അതിനുള്ള സാധനങ്ങൾ ക്രമീകരിക്കണം. അതിനുള്ള വാർപ്പിൻ്റെ പണി ചെയ്യണം. അതിനുള്ള പെയിൻ്റ് അടിക്കണം. അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. അപ്പോൾ അടിസ്ഥാനം വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നാൽ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുകയില്ല. എങ്കിൽ ക്രിസ്തീയ ജീവിതം ഒട്ടും വ്യത്യസ്തതല്ല. നിങ്ങൾ ഒരിക്കൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, മാനസാന്തരം, ഈ ദൂതൊക്കെ ഓൾറെഡി കേട്ടതാ. ഇനി 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 അത് കേട്ടോണ്ടിരുന്ന ഒരു ഗുണവും ഇല്ല. പിന്നെ ആ ആദ്യ വചനങ്ങളെ നിങ്ങളൊന്ന് വിടണം. അങ്ങനല്ലയോ എഴുതിയിരിക്കുന്നത്? ഇനിയിപ്പോൾ അത് വായിച്ചില്ലെങ്കിൽ പിന്നെ അത് എൻ്റെ ഭാഷയാണെന്ന് നിങ്ങൾ ചിന്തിക്കും. ആദ്യ വചനം വിട്ട് കളഞ്ഞിട്ട്. മകളെ, 1-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു A4 B4 C4. 10-ാം ക്ലാസ്സിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിലോ മിക്കവാറും അവനെ പിടിച്ച് സെല്ലിനകത്ത് ഇടും. സ്തോത്രം. കാര്യം എന്നാ? നിനക്കിനി അടുത്ത തലത്തിലേക്ക് കയറണമെങ്കിൽ ഇനി A4 ആപ്പിളും B4 ബാറ്റും പിടിച്ച് വല്ലതും നടക്കുമോ? ഇല്ല. ഇപ്പോഴും ഒരു പരിപാടിയും നടക്കില്ല. ആദ്യ വചനങ്ങളെ വിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അതിനകത്ത് സ്നാനം വേണ്ടെന്നല്ല, മാനസാന്തരം വേണ്ടെന്നല്ല, അതൊക്കെ ഒരിക്കലും അനുഭവിച്ചതാ. അപ്പോൾ ഒന്ന് വാഗ്ദത്തത്തെ പിടിക്കണമെങ്കിൽ എൻ്റെ ഭാഷയിൽ ഞാനിങ്ങനെ പറയാം, പഴയ നിയമത്തിൻ്റെ ആദ്യ ക്രമങ്ങളെല്ലാം വിടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടിസ്ഥാനങ്ങളെല്ലാം വിടണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വളരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അടിസ്ഥാനങ്ങളെ വിടണം. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം, വാക്യം 4 ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം. ഒരിക്കൽ, പ്രധാനപ്പെട്ട വാക്യങ്ങളെ കേട്ടോ, എക്സ്പ്ലെയിൻ കൂടാതെ വാക്കുകൾ മാത്രം വായിച്ച് നമ്മൾ വിടുകയാണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് അടിവരയിട്ട വാക്കൊന്ന് കേൾക്കണേ. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ഇത്രയും പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണോ? ഓക്കെ. ഇത്രയും പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണോ അച്ചു? ഓക്കെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. ഇനി അടുത്ത വാക്ക്, ദൈവത്തിൻ്റെ നല്ല വചനം കേട്ടവരെല്ലാം കൂടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല വചനം കേട്ടോ? അതെന്താ നല്ല വചനം എന്ന് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഞങ്ങൾ ഈ പ്രസംഗത്തിനകത്ത് പോകുമ്പം ഈ ഇൻഡിപെൻഡൻറ്റ് ചർച്ച ആണെങ്കിൽ ചെന്നിരിക്കുമ്പോൾ ചില ദിവസം വരെ പറയും, പാസ്റ്ററെ ഏറ്റവും നല്ലൊരു വചനം ഒന്ന് എടുക്കണേ. ഞാൻ പറഞ്ഞ അച്ഛാ എല്ലാ വചനവും നല്ലതാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉദ്ദേശിക്കുന്നത് ആൾക്കാരൊക്കെ ഒന്ന് കൈയടിക്കാൻ പറ്റുന്ന ഏറ്റവും ഹൈ ലെവലുള്ള ഒരു വചനം എടുക്കണേ. ഓക്കെ, നല്ലത്. നല്ല വചനം കേട്ടു. നല്ല വചനം എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ചാണ് കേട്ടോ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ നല്ല വചനം അവർ കേട്ടു. അടുത്തത് അതാ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി. ഇതിപ്പോൾ മൊത്തം ചോദ്യമായോ? ഈ ആഴ്ച മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഇവിടെ ചോദിക്കാം. അതെ ആൻറ്റി, വരാനുള്ള ലോകത്തിൻ്റെ ശക്തി ഏതാ? വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി. വന്ന ലോകത്തിൻ്റെ ശക്തിയല്ല, വരുവാനുള്ളത് അതേതാ? ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ നന്ദി കേട്ടോ. സ്തോത്രം. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി നിത്യതയാണ്. ആ വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ഞങ്ങൾ അനുഭവിച്ചു. എവിടെ ഇരുന്ന് അനുഭവിച്ചു? ഇവിടെ ഇരുന്ന് അനുഭവിച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അത് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് ആത്മശക്തിയെ, സ്വർഗത്ത് പോകുമ്പോൾ എന്തെല്ലാം പരിപാടിയുണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ആത്മാവിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ അവിടെ ആരാധനയുണ്ട്, അവിടെ അഭിഷേകമുണ്ട്, അവിടെ ദൈവശക്തിയുണ്ട്, അവിടെ കാഹളത്തിൻ്റെ ധ്വനിയുണ്ട്, അവിടെ ശബ്ദമുണ്ട്, അവിടെ കർത്താവിൻ്റെ തേജസ്സുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് സ്തോത്രം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്രയും നാളായി ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ടും ഇതുവരെയും അത് വലിയ ബഹളമൊന്നുമല്ല, പക്ഷേ എന്തോ ഒരു ആത്മസാന്നിധ്യം, അറിയാതെ കരയാനുള്ള ഒരു ഭയങ്കര നിയോഗം. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞൊക്കെ എഴുന്നേറ്റ് പ്രവചിക്കാൻ തുടങ്ങുന്ന ഒരു വലിയ സാധ്യത. ഇതൊക്കെ സത്യത്തിൽ വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയാണെങ്കിലും ഇവിടെ ഇരുന്ന് നമുക്ക് അതെല്ലാം പിടിക്കാൻ പറ്റി. അപ്പൊ അത് നമ്മൾ പിടിച്ചു. ഇനി അടുത്ത വാക്യം. വരാനുള്ള ലോകത്തിന്റെ ശക്തിയും അത് നമ്മൾ ആസ്വദിച്ചതാ, ടേസ്റ്റ് ചെയ്തതാ. അടുത്തത്, ഇത്രയും ചെയ്തിട്ട്
പിന്മാറിപ്പോയാൽ ഫെമിനിൻ എഴുന്നേറ്റ് വന്നേ മോനെ. രക്ഷിക്കപ്പെട്ടു കേട്ടോ, സ്നാനപ്പെട്ടില്ല, ഉദാഹരണം പറയാൻ വേണ്ടി വിളിച്ചിരുത്തിയതാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയെല്ലാം തിരിച്ചറിഞ്ഞു. മക്കളെ, നിനക്ക് വേണ്ടി ഒരിക്കൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടായിരുന്നു. എവിടാ? ഗോൽഗോഥാ മലയുടെ മുകളിൽ ഒരിക്കൽ. പക്ഷെ ഇത്രയും അനുഭവിച്ച നീ വീണ്ടും നിൻ്റെ റിമോട്ട് എടുത്തിട്ട് മറ്റേ പഴയ പരിപാടി കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുകയാണ്. സ്തോത്രം. വീണ്ടും മൊബൈൽ ഫോൺ എടുത്തിട്ട് പഴയ പരിപാടി കുത്തിക്കൊണ്ടിരുന്ന സത്യത്തിൽ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുക. ഇനി അടുത്ത വാക്ക്, അങ്ങനെ ശക്തിയും തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട്, ആ വാക്കൊന്നും ശ്രദ്ധി, വേറെ ഒന്നും കേട്ടില്ലേ, ഇത് കേൾക്കണേ. മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, നല്ല വചനങ്ങളെല്ലാം കേട്ട്, നിത്യതയെക്കുറിച്ച് കേട്ട്, നല്ല പ്രസംഗമായിരുന്നു പാസ്റ്ററെ, ഇനി ഞങ്ങൾക്ക് ഇതുപോലെ വേറൊരു എല്ലാം പറഞ്ഞിട്ട് പിന്നെങ്ങാനും പിന്മാറിപ്പോയി കഴിഞ്ഞാൽ, റെയ്നാട് പോകെ വന്നാലും നിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലയോ? അങ്ങനെയല്ലയോ വാക്യം കിടക്കുന്നേ? പിന്നെ ബർണാഡ് ബ്ലസ്സിങ് വന്നാലും ഇവനെ എന്തിനു പറയണം, കർത്താവ് വന്നാൽ പോലും പിന്നെ ഇവൻ ഇവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ഇവൻ പിന്നെ മാനസാന്തരത്തിലേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ മോനെ പിന്നെ ഇവൻ അവസാനം ഉണ്ടല്ലോ. അതെന്താ അവസാനം? അടുത്ത വാക്യം വായിച്ചേ. പലപ്പോഴും പെയ്ത് മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായി സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ നല്ല നന്മകൾ പ്രാപിക്കും. അല്ല, കള്ളരുതാത്തതും മുള്ളും ഞെരിഞ്ഞിലും വിളപ്പിച്ചാലോ, അല്ലയോ വാക്യം കണ്ടോ? മുള്ളും ഞെരിഞ്ഞിലും വിളപ്പിച്ചാലോ, അടുത്തത് അത് കൊള്ളരുതാത്തതും ചുട്ട് കളയുമെന്ന്. സങ്കടം വന്നോ? തീർത്ത് കളയുമെന്ന്. അത് പാസ്റ്ററായ ഞാനാണെങ്കിലും എൻ്റെ കൂടപ്പുറപ്പായ നീ ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും എല്ലാ അഭിഷേകവും പ്രാപിച്ചു. 21 മുഴുവൻ ശക്തി ഏറ്റെടുത്തു. പാസ്റ്ററെ, നല്ല വരാനുള്ള ലോകത്തിൻ്റെ ശക്തി ഞങ്ങൾ ഇവിടെ ഇരുന്ന് അനുഭവിച്ചു. പക്ഷേ ഇനി അങ്ങാണ് നാളെ കയറുന്ന സ്ഥലങ്ങളിൽ, കോളേജ്, സ്കൂള്, ജോലി സ്ഥലങ്ങൾ, പഠന സ്ഥലങ്ങൾ, ടിവിയുടെ ഫ്രണ്ട്, മൊബൈൽ, ഇതിനകത്തെല്ലാം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ലോകത്തിൽ ഒരു മനുഷ്യനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇവനെ കൊണ്ട് പിന്നെ അടുത്ത പ്രയോജനം എന്താ? ചുട്ട് കളയാൻ വെച്ചേക്കും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം വരികയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ രാവിലെ ഈ മെസ്സേജ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. പറയണമെന്ന് ആഗ്രഹിച്ചത് മലാക്കി പുസ്തകത്തിൽ ഒരു ത്രില്ലടിപ്പിക്കുന്ന മെസ്സേജാണ് പറയണമെന്ന് ആഗ്രഹിച്ചത്. യേശു വരുന്ന ഒരു ഭാഗമാണ് പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ വന്നിരുന്നപ്പോൾ തൊട്ട് ഈ ഭാഗം പറയാനാണ് നിയോഗം. സ്തോത്രം. ഇത്രയും പേരൊക്കെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ദൂതങ്ങ് മാറ്റി പിടിച്ചേക്കാം, എല്ലാവരും ആരാധനയൊക്കെ പുലിപ്പിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോയി അമ്പരമായി ദൂത് മാറ്റി പിടിപ്പിച്ച നാളെ മുതലുള്ള വേദികളൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി നിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഉപദേശിച്ചിട്ടും പിന്നെയും മനസ്സ് മടുത്തിരിക്കുന്ന ഒരു കാര്യം. എവിടെ ഒരു പാളിച്ച നമുക്ക് വന്നു, എവിടെ ഒരു പരാജയം നമുക്ക് വന്നു. ദൈവത്തോടൊന്ന് കരഞ്ഞു പറയാമോ? കർത്താവേ, നരകത്തിലെ വിറകായി എന്നെ തള്ളി മാറ്റല്ലേ എന്ന് പറ. നരകത്തിലെ വിറകായി എന്നെ തട്ടി മാറ്റല്ലേ എന്ന് പറ. എന്നെ മാനസാന്തരത്തിലേക്കൊന്ന് കൊണ്ടുവരണേ എന്ന് കരങ്ങൊന്നുള്ള ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. മോനെ പോയിരുന്നേടാ. 1, നിങ്ങൾ പഴയ അടിസ്ഥാനം ഇടരുത്. 2, അഭിഷേകം പ്രാപിച്ച് നിങ്ങൾ തെറ്റിപ്പോകരുത്. 3-ാമത്തെ കാര്യം വാക്യം 10. പെട്ടെന്ന് വായിച്ചോ, അവസാനിപ്പിക്കാം. വാക്യം 10 അടിവരയിടണേ. വാക്തത്വത്തെ പിടിക്കണമെങ്കിൽ 3-ാമത്തെ കാര്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതി ഉള്ള ദൈവം അല്ല. അനീതി ഉള്ള ദൈവം അല്ല. ആ വാക്യം എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് വായിച്ചാട്ടെ. ചേർന്ന് വായിച്ചോ. ദൈവം വാക്തത്വത്തെ പിടിക്കണമെങ്കിൽ 3-ാമത്തെ കാര്യം, കർത്താവിൻ്റെ ദാസന്മാരെ സ്നേഹിക്കണം. ജീസസ്. 1-ാമത്തെ കാര്യം എന്നാ? പഴയ അടിസ്ഥാനം വീണ്ടും ഇടരുത്. 2-ാമത്തെ കാര്യം എന്നാ? അഭിഷേകം കിട്ടിയവർ പിന്മാറിപ്പോകരുത്. 3-ാമത്തെ കാര്യം എന്നാ? കർത്താവിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചതിനാലും, അടുത്തത് ശുശ്രൂഷിച്ചു. പാസ്റ്റേ, ഒരിക്കൽ ഞങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഞങ്ങൾ ചെയ്തതുപോലെ വേറെ ആരും ചെയ്തില്ല എന്ന് പറയുന്നവർക്കല്ല. ഇപ്പം ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ദൈവദാസന്മാരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വാഗ്ദത്തങ്ങളെ തുറക്കും. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. ഓക്കെ, 4-ാമത്തെ കാര്യം പറയാം. വാക്യം 11. വാക്യം 11. എന്നാൽ നിങ്ങൾ 11. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. അത് വാക്തത്വത്തെ പിടിക്കണമെങ്കിൽ പ്രധാനപ്പെട്ടൊരു വാക്യം കേട്ടോ. നിങ്ങൾ ഓരോരുത്തൻ. അതിനകത്ത് ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തൻ. മലയാള ഭാഷ ശ്രദ്ധിച്ചാടാ. മലയാള ഭാഷ. നിങ്ങൾ ഓരോരുത്തൻ. നിങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. വാക്തത്വത്തിൻ്റെ പ്രത്യേകത വ്യക്തിപരമാണ്. ഒരു സ്വത്രം പറയാമോ?
വ്യക്തിപരമാണ്. എൻ്റെ അപ്പന് വാഗ്ദത്തം ഉണ്ട്, എനിക്കത് കിട്ടില്ല എന്നല്ല, 1000 തലമുറ വരെ ദൈവം നീതി കാണിക്കും. പക്ഷേ പ്രോമിസ് പലപ്പോഴും വ്യക്തിപരമാണ്. പ്രോമിസ് പലപ്പോഴും കൊട്ടിയത്ത് ഞങ്ങളുടെ സഹോദരിമാർ ഒരുപറ്റം ജനമായി വന്നു. ഒരാൾക്ക് വാഗ്ദത്തം കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്ന് ഒരു വാശിയും ഇല്ല. വാഗ്ദത്തം എപ്പോഴും വ്യക്തിപരം. നിങ്ങൾ ഓരോരുത്തൻ ഇൻഡിവിജ്വലാണ്. ഇത് പഴയ നിയമത്തിലൊരു വാക്യമായിട്ട് കണക്റ്റഡാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഓരോരുത്തർ അപ്പോൾ വ്യക്തിപരമായ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി, ക്രമീകരിക്കുന്നതിന് വേണ്ടി വാഗ്ദത്തം തുറക്കും. സ്തോത്രം. 5ാമത്തെ കാര്യമാണ് നമ്മുടെ കുറിവാക്യം. മന്ദത വിടണം, വിശ്വാസം വർദ്ധിപ്പിക്കണം, ദീർഘക്ഷമയുള്ളവരാകണം. 5 കാര്യങ്ങളൊന്നുകൂടെ പറയാം. 1, അടിസ്ഥാനം പിന്നെയും ഇടരുത്. ഒന്ന് പറഞ്ഞേ, അടിസ്ഥാനം പിന്നെയും ഇടരുത്. 2, ഒരിക്കൽ കിട്ടിയ അഭിഷേകം തെറ്റിച്ച് കളയരുത്. ഒന്ന് പറഞ്ഞേ, അഭിഷേകം തെറ്റിച്ച് കളയും. 3, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. ഒന്ന് പറഞ്ഞോ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. 4, നിങ്ങൾ വ്യക്തിപരമായി ദൈവകൃപയ്ക്കകത്ത് നിലനിൽക്കുന്നതിനാലും. 5, നിങ്ങളകത്തൊരു ദീർഘക്ഷമയും വിശ്വാസവും ഉണ്ടാകുന്നതിനാലും. അടുത്ത വാക്ക്, അവൻ വാഗ്ദത്തത്തെ പിടിച്ചിരിക്കും. സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ദൈവമക്കളോടും ആത്മാവിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ അകത്ത് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം തന്ന സകല വാഗ്ദത്തങ്ങളെയും അധികാരമായി പിടിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് ഊന്നി നിന്ന് പഴയ അടിസ്ഥാനത്തിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് കയറി വന്ന് ദൈവശക്തിയിൽ ശുശ്രൂഷകന്മാരെ ഒന്ന് ശുശ്രൂഷിച്ച് സ്നേഹത്തിൻ്റെ ആദരവിലേക്ക് ഒന്ന് കയറി വന്നാൽ ഉറപ്പാണ് നമ്മുടെ അകത്തേക്കുള്ള വാഗ്ദത്തങ്ങളെ ദൈവം പൂർത്തീകരിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചിട്ട് ഹൃദയങ്ങൾ തുറന്ന് ഈ ഞായറാഴ്ച പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഒരു കുഞ്ഞ് സന്ദേശം മനസ്സിനകത്ത് മാംസപ്പലകയിൽ ഒന്ന് കുറിച്ചു വെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ്. എവിടെങ്കിലും ജീവിതങ്ങൾ ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ തമ്പുരാനെ നീ അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. തിരുവത്താഴ ശുശ്രൂഷകളിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ കയറി വരികയാണ്. എനിക്കൊന്ന് വളർന്നു വരണം പാസ്റ്ററെ, എനിക്ക് ഈ അടിസ്ഥാനം പോരാ, എനിക്കിനി അടുത്ത തലത്തിലേക്കൊന്ന് കയറി വരണം എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. ഒരിക്കൽ കിട്ടിയ അഭിഷേകം ഞാൻ തെറ്റിച്ചു കളഞ്ഞു. ഏതൊക്കെയോ സിനിമയുടെ മുമ്പിൽ, ഏതൊക്കെയോ സീരിയലിൻ്റെ മുമ്പിൽ, ഏതൊക്കെയോ പാപ സ്വഭാവത്തിൻ്റെ മുൻപിൽ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക പ്രിയരെ. ആമേൻ. സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത് കേട്ടോ. ആമേൻ. സ്തോത്രം. ഒന്നും തെറ്റിപ്പോകരുത്, ഒന്നിലും തെറ്റിപ്പോകരുത്. പ്രാർത്ഥിച്ചാട്ടെ. ഓ ഷമാന സിഖേനിയ ധനം ശബേനിയ, എനിക്ക് ദൈവദാസന്മാരെ ഒന്ന് ശുശ്രൂഷിക്കണം. ആമേൻ. വ്യക്തിപരമായൊരു ദൈവിക നന്മ എനിക്കൊന്ന് പ്രാപിച്ചെടുക്കണം. എൻ്റെ അകത്ത് മന്ദതയെല്ലാം എനിക്കൊന്ന് മാറ്റണം. മന്ദതയെല്ലാം ആരെങ്കിലും ഫോഴ്സ് ചെയ്യുമ്പോഴല്ല അഭിഷേകം കൂടുന്നത്, ആരെങ്കിലും ഫോഴ്സ് ചെയ്യുമ്പോഴല്ല വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്, ആരെങ്കിലും ഫോഴ്സ് ചെയ്യുമ്പോഴല്ല നിങ്ങൾ ദീർഘക്ഷമ പ്രാപിക്കുന്നത്. ദൈവത്തോട് പറ, എൻ്റെ അപ്പായെ എൻ്റെ അകത്തുള്ള വാഗ്ദത്തങ്ങളെ എനിക്കൊന്ന് പിടിക്കണം. സ്തോത്രം. വാഗ്ദത്തത്തെ പിടിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് ഈ കഴിഞ്ഞ 20 ദിവസങ്ങൾ ദൈവം തന്ന പ്രോമിസിന് വേണ്ടി ഒറ്റ മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ച് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ അകത്ത് ഈ കഴിഞ്ഞ 20 ദിവസങ്ങൾ ദൈവം തന്ന എല്ലാ പ്രോമിസുകൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് 3 ശക്തമായ വാഗ്ദത്തങ്ങളാണ് ഉള്ളത്. 1, പ്രോമിസ് ലാൻഡുമായി ബന്ധപ്പെട്ടത്. 2, ആമേൻ. സ്തോത്രം. അതെ, ആമേൻ. പ്രോമിസ് കിട്ടിയവൻ ഒരു രാഷ്ട്രമായി മാറുമെന്നുള്ളത്. 3, പ്രോമിസ് കിട്ടിയവൻ നിമിത്തം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത്. ദ ഹോൾ ബൈബിളിനകത്ത് 3 വാഗ്ദത്തങ്ങളേ ഉള്ളൂ. 1, അവൻ്റെ പ്രോമിസ് ലാൻഡ് ഉണ്ട്. 2, പ്രോമിസ് കിട്ടിയവൻ ഒരു രാഷ്ട്രമാക്കി ദൈവം മാറ്റും. 3, പ്രോമിസ് കിട്ടിയവനെ കൊണ്ട് ഭൂമിയിലെ സകല സ്ഥലങ്ങളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഇന്ന് പകലിരിക്കുന്ന സ്ഥാനത്തിൽ ഇരുന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എനിക്കൊരു പ്രോമിസ് ലാൻഡ് ദൈവം തന്നിട്ടുണ്ട്. രക്തം ക്ഷയമെടുക്കുന്നു. ഞാൻ നിമിത്തം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഒരു രാഷ്ട്രമായി മാറോ. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ശാരീരിക വാഗ്ദത്തങ്ങളുണ്ട്, മാനസിക ആത്മീയ വാഗ്ദത്തങ്ങളുണ്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട വാഗ്ദത്തങ്ങളുണ്ട്, കുടുംബ പശ്ചാത്തലത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാളും എല്ലാം അപ്പുറം വേദപുസ്തകം പറയുന്ന 3 ശക്തമായ വാഗ്ദത്തങ്ങൾ. നിനക്കൊരു പ്രോമിസ് ലാൻഡ് ദൈവം വെച്ചിട്ടുണ്ട്. അതിവിടെങ്ങുമല്ല, അത് സ്വർഗത്തിലാണ്. ആ ഉയരത്തിൽ കിടക്കുന്ന നിത്യതയുടെ അവകാശം കാണുന്ന ദൈവമക്കൾ ഇന്ന് പകൽ യോഗത്തിനകത്തുണ്ടോ? എനിക്കൊരു പ്രോമിസ് ലാൻഡ് ദൈവം വെച്ചിട്ടുണ്ടെന്ന് രക്തം ചെയ്തെടുക്കുന്നു. വാഗ്ദത്തത്തെ പിടിക്കണമെങ്കിൽ നിങ്ങൾ മന്ദതയുള്ളവരാകരുതെന്ന് എന്താ എബ്രായർക്കെഴുതിയ ലേഖകൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പിടിക്കുന്ന വാഗ്ദത്തം വാഹനമല്ല, നിങ്ങൾ പിടിക്കുന്ന വാഗ്ദത്തം ഒരു വീടല്ല, ഇവിടെ പൊലിഞ്ഞു പോകുന്ന ഒരു വസ്തുക്കളല്ല, നിത്യതയുടെ അവകാശമാകുന്നത് കൊണ്ടാ അഭിഷേകനത്തോടെ ആ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾക്ക് ആ വാഗ്ദത്തം പിടിക്കണമെങ്കിൽ നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. കാരണം നിങ്ങളുടെ വാഗ്ദത്തം ഒരു പ്രോമിസ് ലാൻഡാ. അത് ഉയരത്തിൽ കിടക്കുന്ന തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗഭവനമാ. 2, വാഗ്ദത്തം കിട്ടുന്നവന് രാഷ്ട്രമാക്കി ദൈവം മാറ്റിയിരിക്കോ. 3, വാഗ്ദത്തമുള്ളവനെ കൊണ്ട് ഭൂമിയിലെ സകല കുടുംബങ്ങളെയും എൻ്റെ തമ്പുരാൻ അനുഗ്രഹിക്കും.
അറിയിച്ചിരിക്കോ. ആമേൻ. തലമുറയുമായി ബന്ധപ്പെട്ട വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയുകയാണ്. ആമേൻ. ഒന്നും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കോ. വിശ്വസിച്ച് സ്തോത്രം പറയുന്ന എത്ര ദൈവമക്കൾ ഈ യോഗത്തിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. നിന്റെ തലമുറയുണ്ടല്ലോ, അവൻ മേശയ്ക്ക്, ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തം പിടിക്കണമെങ്കിൽ മന്ദത അഴിഞ്ഞു പോകണോ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റോ ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഞാനത് പറയുമ്പോൾ എൻ്റെ കൂടെ വാക്യം ഒന്ന് ചേർന്ന് പറയാൻ കഴിയുന്നവരെല്ലാം പറ. എൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒന്നാമത്തത് എൻ്റെ കുഞ്ഞിൻ്റെ വാഗ്ദത്തമാവാശ്രേ. ആ കുഞ്ഞിൻ്റെ മേശയ്ക്ക് ചുറ്റോ ഒലിവ് തൈകൾ പോലെ ഇരിക്കോ. എന്തുവാ ഈ വാക്കിൻ്റെ അർത്ഥം? പാലസ്തീൻ്റെ പച്ചമണ്ണിനകത്ത് ഒലിവ് മരങ്ങൾ വളരും കേട്ടോ. ഒരു ഒലിവ് മരത്തിൻ്റെ ആയുസ് ഏകദേശം 100 വർഷങ്ങളാണ്. എന്നാൽ 90ാമത്തെ വർഷത്തിൽ വരുമ്പോൾ പ്രകൃതി കനിച്ചു കൊടുത്ത ഒരു അനുഗ്രഹം എന്ന രീതിയിൽ 90ാമത്തെ വർഷത്തിലെത്തുന്ന ഒലിവ് മരങ്ങൾ തൻ്റെ ഒലിവ് തൈകളെ താഴെ വളർത്തിക്കൊണ്ടുവരും. ആമൻ. തണല് പിറ്റി ഒലിവ് തൈകൾ വളരാൻ തുടങ്ങും. ആമൻ. പിന്നത്തേതിൽ 100ാമത്തെ വർഷം എത്തുമ്പോൾ ഒലിവ് മരങ്ങളെല്ലാം ശിഖരങ്ങൾ പൊഴിഞ്ഞ് ഇലകളെല്ലാം കൊഴിഞ്ഞ് അതിൻ്റെ ശിഖരങ്ങളെല്ലാം തീർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത് പൊലിഞ്ഞു പോകുമ്പോൾ താഴെ വളരുന്ന ഒലിവ് തൈകൾ വളർന്നു വരാൻ തുടങ്ങും പകരക്കാരായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകം പറയുക, നിങ്ങളെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് നിന്റെ കുഞ്ഞ് വളർന്നു വരുന്നൊരു കാഴ്ചയെ നീ കണ്ടിരിക്കോ. വിശ്വസിക്കുന്ന എത്ര ദൈവത്തിൻ്റെ മക്കളുണ്ട്? നിന്റെ തലമുറയിൽ നീ അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്റെ കുഞ്ഞ് ഒലിവ് തൈകൾ പോലെ വളർന്നു വരുന്നൊരു കാഴ്ചയെ നീ കണ്ടിരിക്കും. ഇതൊരു വാഗ്ദത്തമാ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. 2, എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്നാണ് ഒന്നാമത്തതെങ്കിൽ. 2 പറയുക, എൻ്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങളെ പണിയോ. എൻ്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയും. വാഗ്ദത്തമാ. വാഗ്ദത്തം പിടിക്കണമെങ്കിൽ മന്ദത വിട്ടുമാറണോ. വാഗ്ദത്തം പിടിക്കണമെങ്കിൽ വിശ്വാസം വേണോ. വാഗ്ദത്തം പിടിക്കണമെങ്കിൽ ആമൻ ക്ഷമ വേണം. വേദപുസ്തകം പറയും, എൻ്റെ മക്കൾ അവൻ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. 2, അവർ പിതാക്കന്മാർക്ക് പകരം ഇരിക്കോ. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. ഞാൻ അടിവരയിട്ട് പറയാം. 1, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. 2, എൻ്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്നതിന് എല്ലാം നിന്റെ മക്കൾ പണിതിരിക്കോ. ഇതൊരു വാഗ്ദത്തമാ. ഇതൊരു വാഗ്ദത്തമാ. ഇതൊരു വാഗ്ദത്തമാ. ആത്മാവിൽ വിശ്വസിച്ച് പറ, എൻ്റെ തലമുറ എനിക്ക് പണിയാൻ പറ്റാത്ത മേഖലകളെ പണിതിരിക്കോ. 2, എൻ്റെ മക്കൾ എനിക്ക് പകരം കസേരകൾക്കകത്തിരിക്കും. തലമുറയുമായി ബന്ധപ്പെട്ട ഈ 3 വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ബൈബിൾ മൊത്തം പരതി നോക്കുക. നിങ്ങളോട് ദൈവം പറഞ്ഞ പ്രോമിസ് ഏതൊക്കെയാണെന്ന് അടിവരയിട്. എന്നിട്ട് അതിനകത്തൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുക. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വാഗ്ദത്തം ഉണ്ടോ? ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട വാഗ്ദത്തം ഉണ്ടോ? അതിനെല്ലാം വേണ്ടി ആത്മാവിൽ സ്തോത്രം പറ. കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിക്കുക. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. ഒരു പാട്ട് ചേർന്ന് പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത്തരത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പ്രാർത്ഥിച്ചേ. വാഗ്ദത്തം എൻ്റെ നിക്ഷേപമാണ്. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല.